ആകെ 2 പേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും 2 ആളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാതെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല, വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്താ പറയുക, ഇനിയും എനിക്ക് എന്റെ കൈയക്ഷരത്തിൽ പോലും പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. എന്താണ് ശശി തരൂരിന്റെ മനസ്സിൽ? പറഞ്ഞത് തിരുത്തണമെങ്കിൽ കോൺഗ്രസ് കണക്ക് നൽകണമെന്ന് വെല്ലുവിളിക്കുന്ന തരൂർ പാർട്ടിയെ വെട്ടിലാക്കുന്നത് എന്ത് നീക്കത്തിനാണ്? തരൂരിനെ തള്ളിപ്പറയുന്നവരേ ഉള്ളൂ കോൺഗ്രസിൽ. ACC ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും UDF കൺവീനറുമടക്കം മുഖം കറുത്ത് കാണിച്ചാലും തരൂരിന് കുലുക്കമില്ലാത്തത് എന്താണ്? ഇടത് സർക്കാരിന്റെ വ്യവസായ നേട്ടങ്ങളെ പുകഴ്ത്തുന്ന ലേഖനത്തിൽ ഒരു മാറ്റത്തിനുമില്ല. ഇനി പ്രവർത്തക സമിതി അംഗത്വം ഒഴിയണമെങ്കിൽ അതും ചർച്ച ചെയ്യാമെന്ന് വരെ പറയുന്ന തരൂർ പാർട്ടിയെ വീണ്ടും വീണ്ടും അമ്പരപ്പിലാക്കുന്നു. മോദിക്കും ഇടതിന്റെ വ്യവസായ നയത്തിനും ഗുഡ് മാർക്ക് കൊടുത്തത് വിശ്വപൗരന്റെ വേറിട്ട ചിന്ത മാത്രമാണോ, അതോ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വത്തോടുള്ള തരൂരിന്റെ അമർഷമോ? ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും കേരളത്തിൽ KPCC നേതാക്കളും പരിഗണിക്കുന്നില്ല എന്ന പരിഭവമാണോ പ്രവർത്തക സമിതി അംഗത്തിന്? തന്ത്രം എന്താണ്? കോൺഗ്രസ് വിടുമോ തരൂർ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, CPM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, BJP നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, ഒപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ റോയ് മാത്യു എന്നിവർ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, രണ്ടും കൽപ്പിച്ചാണോ ശശി തരൂർ എന്ന് ചോദിക്കേണ്ടതായുള്ള ഒരു സ്ഥിതി. വിശ്വ പൗരനാണ് അദ്ദേഹം, നടത്തുന്ന ഒരു ചിന്ത മാത്രമാണ് ഇത് എന്ന് കോൺഗ്രസ് ഇനി കരുതുന്നില്ല, കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. അപ്പോഴും പാർട്ടിയിൽ ഇത്ര വിമർശനങ്ങൾ വന്നിട്ടും താൻ പറഞ്ഞത് തിരുത്തേണ്ട കാര്യമില്ല, തിരുത്തണമെങ്കിൽ പാർട്ടി കണക്ക് നൽകട്ടെ എന്ന് പറയുന്ന പ്രവർത്തക സമിതി അംഗത്തോട് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഇനി സ്വീകരിക്കുക? നിങ്ങൾ കാണുന്നത്ര വലിയ ഭൂകമ്പമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തിനെ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രവും ആശയപരമായിട്ടുള്ള 2 പക്ഷത്തും 3 പക്ഷത്തും നിന്നുള്ള അഭിപ്രായങ്ങളും നമ്മളൊന്ന് ചികഞ്ഞ് പരിശോധിച്ചാൽ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായവും എതിരഭിപ്രായവും ചർച്ചയും സംവാദവും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സ്വാഭാവിക പ്രോസസ്സ് മാത്രമാണ്. അത് വെച്ച് ആർക്കെങ്കിലും മനക്കോട്ട ഉണ്ണണമെങ്കിൽ ഉണ്ണാം, ആർക്കെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് ശ്രീ ശശി തരൂരിൻ്റെ നിലപാടിനോടോ അതിനോട് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തോടോ ഞങ്ങൾ കാണുന്നില്ല. ഈ ഗൗരവം, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നതാണ്, അതിനപ്പുറത്തേക്ക് ഇല്ല. ഒരു ചർച്ച വളരെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമാണ് നിങ്ങൾ നേരത്തെ കാണിച്ചത്. അതിലെവിടെയാണ് പരിഭവമുള്ളത്, എവിടെയാണ് അദ്ദേഹത്തിന് പ്രയാസമുള്ളത്? ബാക്കിയൊക്കെ എഴുത്ത് കച്ചവടക്കാരുടെ ബാക്കി പത്രം മാത്രമാണ്. അദ്ദേഹത്തിന് ഏതോ ഒരു ചാനൽ എഴുതി അദ്ദേഹത്തിൻ്റെ KPCC ഓഫീസിൽ മുറിയില്ലാത്തതാണ് പ്രശ്നം. ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന, ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും സീറ്റ് ലഭിക്കുന്ന, ലോകത്ത് എവിടെയും കയറി ചെല്ലാൻ അധികാരമുള്ള ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തൊരു മുറി ഇല്ല എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നു എന്നൊക്കെ ആരെങ്കിലും ഒരു പത്രപ്രവർത്തനം നടത്തിയാൽ അതിനൊന്നും മറുപടി പറയാൻ തൽക്കാലം കോൺഗ്രസിന് ആവില്ല. അങ്ങനെ ഒരു പരിഭവം ശശി തരൂരിനും കോൺഗ്രസിനും ഇടയ്ക്ക് ഇല്ല.
അങ്ങനെ എന്തെങ്കിലും കെട്ടുകഥകൾ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്നോ നാളെയോ മറ്റന്നാളോ അവസാനിക്കുക മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ചില കാര്യങ്ങൾ എഴുതി, അതിനോട് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ നയമാണ്, കഴിഞ്ഞ 16 വർഷമായി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എൻ്റെ വികസന നയമാണ്. നേരത്തെ ചുവന്ന കൊടി വെച്ച് വികസനം മുടക്കിയ ചുവപ്പിൻ്റെ ആളുകൾ തന്നെ ഇന്ന് ഞങ്ങളുടെ സമീപനം മാറ്റും എന്ന് പറയുന്നുണ്ട്. ആ മാറ്റം അവർ മാറുന്നുണ്ട് എങ്കിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. പിന്നെ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ട, കേരള ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ച ചില കണക്കുകൾ അദ്ദേഹം ആധികാരികമായി രേഖയാക്കി വെച്ചിരിക്കുന്നത് ആ കണക്കുകളാണ്. ആ കണക്കുകളുടെ പൊള്ളത്തരത്തെ പറ്റി കഴിഞ്ഞ കുറേ കാലമായി കേരളം ചർച്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ആശയവിനിമയത്തിലൂടെ അവസാനിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊട്ടിത്തെറിയോ ഭൂകമ്പമോ സുനാമിയോ ഒന്നും ഈ വിഷയത്തിൽ പ്രവർത്തക സമിതി അംഗം അല്ല ശ്രീ നിജേഷ് കണക്കാക്കുന്ന അത്ര ലാഘവത്തോടുകൂടി മുതിർന്ന നേതാക്കൾ ഇത് എടുക്കുന്നില്ലല്ലോ. പ്രവർത്തക സമിതി അംഗം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നടത്തട്ടെ എന്നാണല്ലോ എം ഹസൻ പറഞ്ഞത്. അതല്ലാതെ ഈ കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിനകത്ത് ഭിന്നതയുണ്ട്, ഒരു വിഭാഗം നിലപാട് മയപ്പെടുത്തുന്നു, മറുവിഭാഗം ACC നിലപാടെടുക്കട്ടെ, നടപടിയെടുക്കട്ടെ എന്ന് കരുതുന്നു എന്നാണല്ലോ ഈ വ്യത്യസ്ത പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുക. അതൊരു തികച്ചും സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് തൻ്റെ അഭിപ്രായം വ്യത്യസ്തമായ രീതിയിൽ പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ശ്രീ എം ഹസൻ സൂചിപ്പിച്ചത്, ഔദ്യോഗികമായി കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തൽക്കാലം അത് ഒഴിഞ്ഞു പറഞ്ഞാൽ അത് ഇതിനെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ശ്രീ ശശി തരൂർ പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേണമെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഒഴിയണമെന്നെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ഒഴിയും. അത്ര കണ്ടാൽ പോരെ ഇതിനെ, ഇതല്ലാതെ എന്തോ വലിയ പൊട്ടിത്തെറിയാണ് എന്ന രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ? ഇപ്പം എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു, കോൺഗ്രസ് തന്നെ ഇന്ന് വൈകുന്നേരത്തെ ന്യൂസ് 18 ചർച്ചയിൽ കോൺഗ്രസിന്റെ നയം പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ഇവിടെ സ്ഥാനമില്ല, അത് ഔദ്യോഗികമായി ഇരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ഇന്ന് രാത്രി തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ വ്യത്യാസത്തെ വളരെ ലളിതമായി ഒരു ജനാധിപത്യ സംവാദത്തിനകത്ത് ലളിതമായി എടുക്കാൻ കരുതിക്കൂടെ ഞങ്ങളൊക്കെ കാണുന്നത്. നിജേഷൻ പറഞ്ഞതിൽ അത് ഉത്തരമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരാൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ കരുതുന്നത് പോലെയല്ല ശശി തരൂരിനെ പോലെ ഒരാൾ ഈ അഭിപ്രായം പറയുമ്പോൾ ഒന്നുകിൽ ഈ അഭിപ്രായത്തോട് പാർട്ടി ഈ അഭിപ്രായം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പാർട്ടി ഈ തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞതിനെ എതിർക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അഭിപ്രായം തിരുത്താൻ പറയുക. തിരുത്തുകയില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി അംഗീകരിക്കുമോ? അല്ല, അദ്ദേഹം തന്നെ ആ ചർച്ചയുടെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കടന്നു വന്നത്, ഞാൻ മറ്റു പല മേഖലകളിൽ നിന്നാണ് കടന്നു വന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയ മെയ്വഴക്കത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ പ്രസിദ്ധിയിൽ നിൽക്കുന്ന ഒരാൾ, നമ്മൾക്കതിനെ അറിയാം, അദ്ദേഹം 26ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കേരളത്തെ പറ്റിയുണ്ട്, ഇന്ത്യയെ പറ്റിയുണ്ട്, ലോകത്തെ പറ്റിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് അതിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം എഴുതിയ എല്ലാ കാര്യങ്ങളോടും യോജിക്കണം എന്നൊന്നുമില്ലല്ലോ, അത് യോജിപ്പും വിയോജിപ്പും ഒക്കെ അവിടെ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ ഈ ഒറ്റ കാര്യം കൊണ്ട് കോൺഗ്രസ് പൊട്ടിത്തെറിച്ച് പോകും എന്ന രീതിയിലേക്ക് ഒരു ചർച്ചയുടെ ആവശ്യമല്ല. അത് നാളെയും മറ്റന്നാളും കോൺഗ്രസിന്റെ അകത്തുള്ള ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കും. ശശി തരൂർ പോകുമോ പാർട്ടിയിൽ നിന്ന്? അങ്ങനെ പാർട്ടി കരുതുന്നുണ്ടോ? ഒരു ഘട്ടത്തിലും ശശി തരൂരിൻ്റെ പൊളിറ്റിക്കൽ അവയർനെസ്, അല്ല അദ്ദേഹത്തിൻ്റെ ആശയപരമായ അടിത്തറ, അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പീച്ചസും നമ്മൾ എടുത്തു നോക്കുക. അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നത് കോൺഗ്രസിൻ്റെ ആശയപരമായ അടിത്തറയോട് യോജിച്ച് നിന്നുകൊണ്ടാണ്, അല്ലാതെ കേവലം ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന് കോൺഗ്രസിന്റെ സംഭാവനയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ടു പോവുക, അദ്ദേഹം തന്നെ ആലോചിക്കുക. നമ്മൾക്ക് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെ പറ്റി വന്നു, എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം
നമ്മളൊക്കെ മനസ്സിലാക്കി ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടിയുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി ശ്രീ ശശി തരൂർ മത്സരിച്ചു. അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അദ്ദേഹത്തിന് എതിരായിട്ട് ശ്രീ ഗാർഗജിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയെങ്കിലും ശ്രീ ശശി തരൂർ ഇലക്ഷനിൽ മത്സരിച്ചത് ഒരു മഹാ അപരാധമായി എന്ന രീതിയിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ തന്നെ പല സ്ഥലത്ത് പറഞ്ഞു കോൺഗ്രസിൽ അങ്ങനെ ഒരു കൾച്ചർ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പ് വന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അന്ന് ആസ്വദിച്ചത് ഭാരത് ജോഡോ യാത്ര ഒരു പോളിംഗ് ബൂത്തായി മാറി. അവിടെ നിന്നൊക്കെ വോട്ട് ചെയ്തൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമായിരുന്നു, സന്തോഷമായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും ഈ വിഷയത്തിൽ സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ട. ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നു, വിയോജിപ്പ് പറയുന്നു. ജനാധിപത്യത്തിൽ വിയോജിപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലെന്താ പ്രശ്നം? സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും പല വിഷയങ്ങളിൽ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലേ? രണ്ടുപേരും കോൺഗ്രസ് വിട്ടുപോയോ? അതല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി അല്ല നിജേഷ്, ആ ജനാധിപത്യപരമായ വിയോജിപ്പിന്റെ ഭംഗിയൊക്കെ മനസ്സിലായി. പക്ഷേ ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല ശശി തരൂരിന് കൂടി എം ഹസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 3 ടേബിൾ 15 വർഷമായിട്ട് MP ആയി നിൽക്കുന്ന കോൺഗ്രസ്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഒരിക്കൽ ഗ്രൗണ്ട് ശ്രീ എം ഹസൻ സാർ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്സിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾക്കകത്തേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നിട്ടില്ല. കേരളത്തിൽ ശ്രീ ശശി തരൂർ ഒരു ലോകോത്തര നിലവാരം വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരു ആംഗിളിലാണ്. കേരളത്തിൽ നമ്മൾ തന്നെ കണ്ടു. 2 ദിവസമായി, കുറെ കാലം മുമ്പ് ശശി തരൂരിനെ വളരെ മോശകരമായി വ്യക്തിപരമായി അധിക്ഷേപിച്ച ഇനി പറയാനൊന്നും ബാക്കി വെക്കാത്ത ആളുകൾ ഇന്നലെ രാത്രി മുതൽ ശശി തരൂരിന്റെ ആരാധകരായി മാറിയിട്ടുണ്ട്. ചില കേരളത്തിലെ രാഷ്ട്രീയ മകനെയാണ്. ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്ന് പറഞ്ഞു. ലേഖനം വായിച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ പുസ്തകം പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അറിഞ്ഞിട്ടില്ല. ഒരു കാര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം തലയിൽ വെച്ച് നടക്കുന്ന ആളുണ്ട്. അത് പ്രചരിപ്പിക്കപ്പെടുന്ന നാടാണ് കേരളം എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലേക്കും ഓരോ ആളുടെ അകത്തേക്കും ഈ ഒരു സന്ദേശമാണ് പോവുക. അപ്പോൾ സന്ദേശത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്നത്തെ മലയാളം പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാഴ്ത്തുപാട്ട് എന്നാണ്. എവിടെ വാഴ്ത്തുപാട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ട് എന്നൊക്കെ. അതിന് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള ഒരു മീഡിയ ഇവിടെയുണ്ട്, ഒരു മാധ്യമം ഇവിടെയുണ്ട്. മാധ്യമം എന്ന് പറഞ്ഞാൽ ഞാൻ കേവലം ഒരു ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളല്ല ഉദ്ദേശിച്ചത്, ഒരു മീഡിയ. അത് പ്രചരിപ്പിക്കുന്ന ഒരു വഴി ഇവിടെയുണ്ട്. ആ വഴിയെ പറ്റി മാത്രമാണ് ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഒന്നും കിട്ടാൻ പോവില്ല. പണ്ട് നമ്മൾ കോയമ്പത്തൂരേക്ക് CD തപ്പിപ്പോയ അതേ അവസ്ഥയായിരിക്കും നമ്മുടെ സോളാർ കേസിൽ. അതിനപ്പുറത്തൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട്, അത് ഉറച്ച ബോധ്യവുമുണ്ട്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ റോയ് മാത്യു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ശശി തരൂർ മുഖവിലേക്ക് എടുക്കുന്നില്ല. അദ്ദേഹം അത് തിരുത്താൻ തയ്യാറല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരുത്താൻ തയ്യാറല്ല. ഇതുമായിട്ട് ഈ പറഞ്ഞതുമായി മുന്നോട്ട് പോകുക തന്നെയാണെങ്കിൽ ഇതൊരു ജനാധിപത്യപരമായ ഒരു വിയോജിപ്പാണെന്ന് പറയുകയല്ലാതെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ തൽക്കാലം മറ്റു വഴികളൊന്നുമില്ല. അതാണോ ചിത്രം? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായി ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഒരു പാർട്ടിയുടെ അച്ചടക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അത് ശശി തരൂരല്ല, ഇനി ആരായാലും, അത് ഏതൊരു പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടിയുടെ അച്ചടക്കം എന്ന് പറയുന്നത് അതെല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അദ്ദേഹം ഒരു സാധാരണ ഒരു 4 കോൺഗ്രസിൻ്റെ മെമ്പർ അല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗം പ്രതിദാനം ചെയ്യുന്ന സ്റ്റേറ്റിലെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുമോ? ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ നമുക്ക് സൗകര്യപൂർവ്വം പറയാം. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിന് അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാവരും ഈ തരത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുമോ? അതിൻ്റെ സൂചനയാണ് MM ഹസൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത്തരം അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള പോസ്റ്റ് മാറിയിട്ട് വേണം ആ അഭിപ്രായം പറയാൻ. അതാണ് ഏതൊരു പാർട്ടിയിലും. ഞാൻ ഒരു ചെറിയ സംഭവം ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ പറയാം. 1994 K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് ആലപ്പുഴ ജില്ലയുടെ വികസനോന്മുഖത്തിനായിട്ട് അന്ന് അവിടെ ഒരു ആലപ്പുഴ ജില്ലാ വികസന സമിതി എന്നൊരു സമിതി സർക്കാർ താല്പര്യമെടുത്ത് ഒരു സമിതി രൂപീകരിച്ചു. അതിൻ്റെ അധ്യക്ഷതയായിട്ട് ശ്രീമതി KR ഗൗരി അമ്മയാണ് അന്ന് സർക്കാർ നിയമിച്ചത്. പാർട്ടിയോട് ആലോചിക്കാതെ ആ പദവി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുത്തു.
ഗൗരിയമ്മയെ പുറത്താക്കാനുണ്ടായ രണ്ടാമത്തെ കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഇതാണെന്ന് ഗൗരിയമ്മ തന്നെ ഗൗരിയമ്മയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു പാർട്ടിയിൽ നടക്കുന്ന പാർട്ടി അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 15 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ KPCC നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷം എല്ലാം തന്നെ സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന വ്യവസായ നയത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ എങ്ങനെയാണ് ഒരു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് ധൈര്യം ഉണ്ടാകുന്നത്? അതിൻ്റെ പിന്നിലെ ജനാധിപത്യം എന്താണെന്ന് സാധാരണ കോൺഗ്രസ്സുകാരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഒരു കാരണവശാലും ഒരു പാർട്ടിയിലെയും ഒരു നേതാവിനെയും ആ തരത്തിൽ അംഗീകരിക്കാൻ ആരും ബാധ്യസ്ഥരാകത്തില്ല. കാരണം അതാണ് ഒരു പാർട്ടിയുടെ ചട്ടക്കൂടെന്ന് പറയുന്നത്. ഒരു പാർട്ടിയുടെ ചട്ടക്കൂട് വളയമില്ലാതെ ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ശശി തരൂർ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ എതിർക്കുന്നത്? കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഏതാണ്? ആദ്യം പറഞ്ഞത് VD സതീശൻ, അത് കഴിഞ്ഞ് K മുരളീധരൻ, അത് കഴിഞ്ഞ് KC വേണുഗോപാൽ, അത് കഴിഞ്ഞ് MM ഹസൻ, ഇന്നിപ്പം പേര് പറയാതെ KPCC അധ്യക്ഷനും ആ നിലപാടിനോട് വിയോജിച്ചിട്ടുണ്ട്. അതാണ് ഒരു പാർട്ടിയുടെ നയം. ഈ കഴിഞ്ഞ ദിവസം ജയറാം രമേശും അത് ആ തരത്തിലാണ് പറഞ്ഞത്. അഖിലേന്ത്യാ വക്താവ് പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു പാർട്ടിയുടെ നയത്തിനെതിരായിട്ട് ഏത് കൂടിയ ആളായാലും പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് നടപടിയുണ്ട്. അത് സ്വാഭാവികമായ ഒരു നടപടിയാണ്, ഇല്ലേ? 1991 എന്തിനാണ് നരസിംഹറാവു അർജുൻ സിംഗിനെ പുറത്താക്കിയത്? ഇത് തന്നെ പാർട്ടി നയത്തിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അതാണ്, അത് ആർക്കായാലും ഏത് പാർട്ടിയിലായാലും അത് ഉണ്ടാവും. അപ്പോൾ ശശി തരൂർ ഈ പറഞ്ഞത് തന്നെ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങൾക്കും കോൺഗ്രസിൻ്റെ സമീപനങ്ങൾക്കും കോൺഗ്രസ് പറയുന്ന ന്യായീകരണങ്ങൾക്കും എതിരായതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ സംയുക്തമായിട്ട് അതിനെ എതിർക്കുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടിയിലും അംഗീകരിച്ച ചരിത്രമില്ല. നമ്മളെവിടെ കേട്ടിട്ടുണ്ട്? എന്ത് ജനാധിപത്യം പറഞ്ഞാലും അത് ആ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കേട്ടിട്ടുള്ള നടപടിയെടുക്കേണ്ട കാര്യമില്ല, ഇതൊരു ജനാധിപത്യപരമായ വിഷയമാണെന്ന് പാനലിസ്റ്റ് നിജേഷ് അരവിന്ദ് പറയുന്നു. അതല്ലെങ്കിൽ ഈ പരസ്യ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് ഇതിൽ മറ്റെന്തെങ്കിലും ഒരു നീക്കം നടത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ പിന്നെ പന്ത് ശശി തരൂരിന്റെ കോർട്ടിലാണല്ലോ. അദ്ദേഹം കരുതുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ നീക്കം എന്താണ്? ഈ തരത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പിണക്കിക്കൊണ്ട് അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിക്കുക? അല്ല, അത് ശശി തരൂരാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് ഇതൊരിക്കലും ദഹിക്കുന്ന ഒരു പ്രവണതയല്ല. കോൺഗ്രസ് എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ആരും അംഗീകരിക്കുക. പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ലീനിയൻ്റ് ആവായിരിക്കാം. ശശി തരൂർ മുതിർന്ന നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലുള്ള സൗജന്യങ്ങൾ, ഔദാര്യങ്ങളൊക്കെ ശശി തരൂരിന് കൊടുത്തേക്കാം. പക്ഷേ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കാതിരിക്കുമോ? നടപടി എടുത്തില്ലെങ്കിൽ ഈ പാർട്ടി നാളെ പലരും ഇതേപോലെ തന്നെ തലപൊക്കി പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചു തുടങ്ങും, ഇല്ലേ? അപ്പോൾ അത് എല്ലാ പാർട്ടിയിലും തന്നെ ഉള്ളതാണ്. ആ പാർട്ടിയുടെ അച്ചടക്കം എന്ന് പറയുന്നത് എന്തിനാണ്? പാർട്ടിയുടെ അച്ചടക്കം എന്ന് പറയുന്നത് എല്ലാവരും ഒരേ ലെവലിൽ ചിന്തിച്ച് പാർട്ടിയുടെ പൊതു നയങ്ങളോട്, സമീപനത്തോട് യോജിച്ചു പോകുക എന്നുള്ളത്. ഇപ്പോൾ BJPയുടെ ഒരു നേതാവിന്, അല്ലെ CPMൻ്റെ ഒരു നേതാവിന് പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ നയത്തിനെതിരായിട്ട് സംസാരിക്കാൻ അവകാശമുണ്ടോ? ഇല്ലല്ലോ. അവർക്കാർക്കും സംസാരിക്കാൻ പറ്റില്ല. അതാണ് പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത്. ആ പാർട്ടി അച്ചടക്കം, കോൺഗ്രസ് ജനാധിപത്യ രാജ്യ പാർട്ടിയാണെന്നൊക്കെ പറയാമെങ്കിലും പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് ശശി തരൂർ ഈ സമീപനം സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷം ഈ അടുത്ത കാലത്തെല്ലാം തന്നെ സർക്കാരിൻ്റെ വ്യവസായ നയത്തിനെതിരെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശശി തരൂരിന് അതിനെതിരായിട്ടൊരു നയം സ്വീകരിച്ച് അതിനെതിരായിട്ടൊരു നയം പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറയാൻ കഴിയുന്നത്? അത് ശശി തരൂർ ആയതുകൊണ്ടാണ്. വേറൊരു ആണെങ്കിൽ ആ ഇഷ്യൂ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര അഭിപ്രായം എന്ന് പറഞ്ഞ് മാറാൻ പറ്റും. പക്ഷേ ശശി തരൂർ ഈ പാർട്ടിയുടെ CWC മെമ്പർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് തന്നെ വരുന്നത്. ശശി തരൂരിൻ്റെ ആ ഒരു സാധ്യതയുണ്ട്. ശശി തരൂർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യമാണ് കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചതും. ശശി തരൂർ അത് തന്നെയാണ് ഈ പാർട്ടിയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ബാർഗെയിനിങ് പവറായിട്ട് ഉപയോഗിച്ചു. അല്ല ശശി തരൂർ സൗജന്യ സേവനത്തിനോ ചാരിറ്റി സർവീസിനോ ഒന്നും വന്ന ആളല്ലോ. ശശി തരൂർ ഈ പാർട്ടിയിൽ വന്ന് ശശി തരൂർ അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ആ ലെവലിൽ തന്നെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾ ഈ പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, മത്സരിച്ചു, മന്ത്രിയായി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരാളിന്
അത്രമേൽ കോൺഗ്രസ് സൗജന്യങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? പാർട്ടി നയത്തിനെതിരായി സംസാരിക്കാനുള്ള സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയാണെങ്കിൽ ആർക്കും നാളെ എല്ലാവർക്കും ഈ സൗജന്യം അനുവദിക്കുമോ എന്നുള്ള ന്യായമായ ചോദ്യം വരും. ഇപ്പോൾ KPCC പ്രസിഡന്റിനെതിരെ ഇവിടെ തന്നെ പലതവണ KPCC പ്രസ്താവന തിരുത്തേണ്ടി വന്നില്ലേ? BJPക്ക് അനുകൂലമായി സംസാരിച്ചു, RSSന് അനുകൂലമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണത്? പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിനെതിരായതുകൊണ്ടാണ്. അപ്പോൾ ശശി തരൂരിന് ആ സൗജന്യം അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ശശി തരൂർ ഈ പറഞ്ഞത് തന്നെയൊന്നും സാധാരണ കോൺഗ്രസ്സുകാർക്ക് ദഹിക്കുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ വിമർശനം ഉണ്ടാകുന്നത്. ശശി തരൂരിൻ്റെ എന്താ പറയുക, അന്താരാഷ്ട്ര ലെവലിലുള്ള ഇതെല്ലാം തന്നെ നല്ല കാര്യം. പക്ഷേ ശശി തരൂർ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അതൊക്കെ അനുസരിക്കാൻ ഒരു ബാധ്യസ്ഥനാണ്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. യെസ്, ഓക്കെ, ഞാൻ തിരികെത്താം. ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, ശശി തരൂർ എന്ത് പറഞ്ഞാലും അത് തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം, ഒരു കാലത്ത് തരൂരിനെ ആക്രമിച്ചവർ ഇപ്പോഴാ ശശി തരൂരിന്റെ ആരാധകരായി മാറിയിരിക്കുകയാണ്. അവരത് കരുതണ്ട, ജനാധിപത്യപരമായ വിയോജിപ്പാണ് എന്ന് കോൺഗ്രസ് പറയുന്നത് CPM-നെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അല്ലേ? ഇതില് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ റോയ് മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. വ്യവസ്ഥാപിതമായ കോൺഗ്രസിൻ്റെ നയത്തെ തരൂർ എതിർത്തു എന്നതാണല്ലോ പറയുന്നത്. ഇവിടെ വസ്തുതയെ നയത്തിൻ്റെ പേരിൽ മറച്ചു വെക്കാനോ അതല്ല എന്ന് പറയാനോ ഏതു നേതാവിനും ഏത് പാർട്ടിക്കുമാണ് അധികാരമുള്ളത്? നമുക്കിപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച സംബന്ധിച്ച് ആഗോള വളർച്ച 46% കേരളത്തിൻ്റെത് 254%. ഇത് കോൺഗ്രസിൻ്റെ നയമെന്നുള്ള നിലക്ക് ആഗോള വളർച്ച 254 കേരളത്തിന് 46 എന്ന് പറഞ്ഞാൽ ശരിയാവും? അത് ഫാക്റ്റിൻ്റെ ഒരു നിഷേധമല്ലേ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ നയം കേരളം 28ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ ശരിയാവും? അങ്ങനെയുണ്ട് നയം. ഇവിടെ യഥാർത്ഥത്തിൽ വസ്തുതയെ നയമായിട്ട് കൂട്ടിക്കൊടുക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ആഗോള ദേശീയമായിട്ടുള്ള വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ട പാരാമീറ്ററുകൾ, ആ പാരാമീറ്ററുകൾ വെച്ചുകൊണ്ട് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാമത് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ നയം 28ലാണ് കേരളം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ആഗോള വളർച്ചയിൽ ഏഷ്യയിലെ 1ാമത്തെ ഇതാണ് സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ കേരളം. നേരത്തെ കണക്കുകൾ വന്നിരിക്കുന്നതാണ്. അത് ഏഷ്യയിലെ 1ാമത്തെ അല്ല എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC അധ്യക്ഷനും പഴയ പ്രതിപക്ഷ നേതാവും എല്ലാം പറഞ്ഞാൽ അത് വസ്തുതയാവുമോ? അപ്പോൾ ഇത് നിങ്ങൾ നയത്തിൻ്റെ പേരിൽ സത്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ഒരു MP എന്ന് പറയുന്നത് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സത്യസന്ധമായിട്ട് പരിശോധിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരു MP അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഗൗരവമായ വിഷയമുണ്ട്. എന്താ വിഷയം? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാനുള്ള ഒന്നാണ്. കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങളെ അംഗീകരിക്കാതിരിക്കുന്ന നിലപാടാണ്. കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സത്യമല്ലാതാവുമോ? സത്യമല്ലാത്ത കാര്യം കോൺഗ്രസ് ആയതുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ അത് വല്ല ന്യായമുണ്ടോ? നിങ്ങൾ നയം അത് ശരി, കേരളത്തിലെ ഗവൺമെന്റിനെ കോൺഗ്രസ് എതിർക്കുന്നു, ഒരു നയപ്രശ്നമാണ്. ഈ ഗവൺമെന്റിനെ അകത്തിന് പൂർണ്ണമായിട്ട് തരൂർ അനുകൂലിക്കുന്നു. അത് നയത്തിൽ തീർച്ചയായിട്ടും വ്യത്യാസം. തരൂർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനെ അനുകൂലിക്കുന്നില്ല. എന്നാൽ സത്യത്തെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, ഒരു പ്രസംഗം ഞാൻ കോട്ട് ചെയ്യാം. ഇഫ് യു ആർ സീരിയസ് അബൌട്ട് കേരളാസ് ഫ്യൂച്ചർ വി നീഡ് ടു സീ തിങ്സ് ബിയോണ്ട് അവർ പൊളിറ്റിക്കൽ ലീനിങ്സ്. ഇത് ഒരു വസ്തുതയല്ലേ? ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തെടുത്ത് പരിശോധിച്ചാലും പ്രതിപക്ഷം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം ഉള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും ആ നാടിന്റെ വികസനത്തിൽ ഒറ്റക്കെട്ടാണ്. വികസനം രാഷ്ട്രീയ ആതീതമായി പരിഗണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ LDFന്റെ ഗവൺമെന്റ്, LDF പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് ഞങ്ങൾ കേരളത്തിലെ വികസന കാര്യങ്ങൾ എടുത്തൊരു നിലപാടെന്താ? NHുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിലെല്ലാം പോസിറ്റീവായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർഭാഗ്യവശാൽ പിന്നിട്ട് പോയ 8 വർഷക്കാലമായിട്ട് പ്രകാശ് മാസ്റ്റർ അങ്ങനെ ഒരു അഭിപ്രായം ശശി തരൂരിനുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM ആ നിലപാട് എടുത്തു എന്നൊരു അഭിപ്രായം ശശി തരൂരിനുണ്ടോ? ഈ കൈയടിച്ച് വാഴ്ത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് CPM ഇനി പ്രതിപക്ഷത്താകുമ്പോൾ അവർ കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എടുത്ത സമീപനം എടുക്കാതിരിക്കട്ടെ എന്നാണ്. അതായത് നിങ്ങൾ നയം മാറ്റി അതിലുള്ള സന്തോഷമാണ് പ്രകടിപ്പിച്ചത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതും അംഗീകരിക്കുന്നു ഇതിന്റെ കൂടെ?
അല്ല, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നേരത്തെ UDF കാലത്തും ദേശീയപാത, വിഴിഞ്ഞം തുറമുഖം, മെട്രോ തുടങ്ങിയ വികസന പദ്ധതികളോട് LDF അനുകൂല നിലപാടെടുത്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വാചകമാണ്. നിങ്ങളത് മുഴുവൻ കാണാത്തതുകൊണ്ടാണ്. പിന്നീട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അതിനും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ഗവൺമെന്റിന്റെ എല്ലാ നടപടികളെയും പിന്തുണക്കുന്ന ഒന്നൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് കേരളം നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. അത് ആ സത്യത്തെ കാണാൻ വേണ്ടി കഴിയണ്ടേ? ഇവിടെ കേരളത്തിൽ ഈ LDFിനോട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, LDFിനോടുള്ള വിരോധം നാടിനോടാകെയുള്ള വിരോധമായിട്ട് മാറാൻ പാടില്ല. അത് പ്രതിപക്ഷം അങ്ങനൊരു നിലപാടല്ല എടുക്കേണ്ടത്, ഏത് പ്രതിപക്ഷമായാലും. ആ നിലപാടിനെ സംബന്ധിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതിനെ നയത്തിന്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ? ഭരണത്തെ ആകെ തകർക്കുക, ഒരു നല്ല കാര്യത്തിൽ അംഗീകരിക്കാതിരിക്കുക, അത് പ്രതിപക്ഷ നിലപാടല്ലല്ലോ. പ്രതിപക്ഷത്തിന് വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും അധികാരമുണ്ട്, അത് അവരുടെ ചുമതലയാണ്. അതിനപ്പുറം LDF ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പോലെ എന്തിനേയും എതിർക്കുക. ഒരു വികസനം അനുവദിക്കില്ല. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന എല്ലാ അവഗണനയും അതെല്ലാം തന്നെ അതിന്റെ കൂടെ നിൽക്കുക. ഇതൊരു ശരിയായ നിലപാടല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി കൊണ്ട്. ശ്രീ എം പ്രകാശ് മാസ്റ്റർ, അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ, ശ്രീ എം പ്രകാശ് മാസ്റ്റർ, ഒരു CPM നേതാവ് എടുക്കാത്ത ഒരു സമീപനം, അല്ലെങ്കിൽ ഒരു BJP നേതാവ് എടുക്കാത്ത ഒരു സമീപനം, ഒരു പാർട്ടി ഒരു സംസ്ഥാനത്ത് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ ആ പാർട്ടിയെ വെട്ടിലാക്കുന്നു. ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ കൺവീനറെ, പ്രതിപക്ഷ നേതാവിനെ, KPCC അധ്യക്ഷനെ, പ്രധാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി അടക്കം അവരുടെ എല്ലാ പരാമർശങ്ങൾക്കൊന്നും മുഖവില കൊടുക്കുക പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമ്പോൾ CPM എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ശശി തരൂരിന്റെ കെയർ ഓഫിൽ കാണുന്നത്? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങളെയും അംഗീകരിക്കാതിരിക്കുന്ന പ്രതിപക്ഷം ഒരു കാരണവശാലും സ്വീകരിച്ചുകൂടാത്ത നിലപാടിൽ നിന്ന് അവർ മാറേണ്ടതുണ്ട് എന്നുള്ളവർ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് 5 കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വീണ്ടും വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലക്കാലം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ആദ്യത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ നിലപാട് തന്നെയാണല്ലോ കോൺഗ്രസ് സ്വീകരിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്തു കാര്യം ചെയ്താലും, LDF നല്ല കാര്യം ചെയ്താലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ജനങ്ങൾ വിധിച്ചെന്താ? പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പറയുന്ന അല്ല ശരി, ഈ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർ ഗവൺമെന്റിനെ വീണ്ടും തെരഞ്ഞെടുത്തു. അവിടെ ആത്മഹത്യാപരമായ നിലപാടാണ്. അല്ല ശ്രീ എം പ്രകാശ് മാസ്റ്റർ, ഞാൻ ചോദിക്കുന്നത് ഒരു കേഡർ പാർട്ടിയായിട്ടുള്ള CPM, ശശി തരൂർ എന്ന് പറയുന്ന ഒരു മുതിർന്ന പ്രവർത്തക സമിതി അംഗം, കോൺഗ്രസ് നേതാവ് നടത്തുന്ന ഈ പരാമർശത്തെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിൽ എങ്ങനെ കാണും? അല്ല, ഞങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് തികച്ചും ആ വാദങ്ങൾ ശരിയാണ് എന്നുള്ള നിലപാടാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് തെറ്റാണ്. അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. വികസനവുമായി ബന്ധപ്പെട്ട് കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയെ പറഞ്ഞിരിക്കുന്നത്. നയമാറ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പിന്തുണക്കുന്നു എന്നൊന്നും തരൂർ പറഞ്ഞിട്ടില്ല. തരൂർ പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ അടച്ചാക്ഷേപിക്കുന്ന, എന്തിനു വിമർശിക്കുന്ന, ശരിയെ പോലും കാണാത്ത ഒരു നിലപാട് പ്രതിപക്ഷത്തിന് ശരിയല്ല. അത് അദ്ദേഹം ഇന്നും ഇന്നലെ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ദേശീയ നേതൃത്വം സ്വീകരിച്ച നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റിനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ കേന്ദ്രം AICC അതിനെ പൂർണ്ണമായിട്ടും എതിർക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോ കേരളത്തിലെ KPCC അങ്ങനെയല്ല ചെയ്തത്. ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നേരത്തെ ഖാർഗെ മുൻകൈ എടുത്തുകൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ശത്രുതാപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റിന് നിവേദനം കൊടുത്തത്. പക്ഷേ കേരളത്തിലെ MPമാർ ആരും അതിൽ പങ്കെടുത്തില്ല. കേരളത്തിന് കോൺഗ്രസിന് അഭിപ്രായം അതല്ല. അപ്പോ ശരിയായൊരു നിലപാട് ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് ഈ ശരിയായ നിലപാട് എന്ന് പറയുന്നത്, ശരിയായ നിലപാട് പൂർണ്ണമായിട്ടുള്ള നിലപാടാണ് എന്നാണ് CPM കരുതുന്നത്. ശരിയായിട്ടുള്ള നിലപാട് അദ്ദേഹം പറയുന്നു, പൂർണ്ണമായിട്ടുള്ള നിലപാട്. ഇടത് സർക്കാരിന്റെ വ്യവസായ നയത്തോടൊപ്പം മോദിയുടെ വികസന നയത്തെയും അദ്ദേഹം കൊള്ളാമെന്ന് പറയുന്നതും ഈ കൂട്ടത്തിൽ ഇടതുപക്ഷം അംഗീകരിക്കുന്നു അല്ലേ? നിങ്ങള് കാര്യങ്ങളെ തലതിരിച്ച് കാണാൻ പ്രേക്ഷകരെ നിർബന്ധിക്കുകയാണ്. ഞങ്ങൾ തരൂർ വ്യവസായ വളർച്ചയും കേരളത്തിന് വികസനവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക്
എടുക്കേണ്ട നിലപാടാണ് എന്ന് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം CPM ആയി എന്നാണോ അതിൻ്റെ അർത്ഥം? അദ്ദേഹം എടുക്കുന്ന എല്ലാ നിലപാടുകളെയും CPM അംഗീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം? അല്ല. കോൺഗ്രസ് 8 കൊല്ലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരള വിരുദ്ധമായ നിലപാട് അത് ശരിയല്ല, അത് സത്യമല്ല. ശരിയല്ലെന്ന് പറയുന്നതിനേക്കാളേറെ അത് വസ്തുതയല്ല, അത് സത്യമല്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു വാചകം ഞാൻ പറയാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ്, ഡോക്യുമെന്റ്സ്, ഫിഗേഴ്സ് ആൻഡ് ഡേറ്റ്സ്. യെസ്, ദ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് ആൻഡ് കേരള പെർഫോമൻസ്. എന്നത് ഈ ലോക സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ റിപ്പോർട്ടിൽ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ, രേഖകൾ, അതുപോലെ കണക്കുകൾ, തീയതികൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. ആ വസ്തുത ശരിയല്ല എന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ആ വസ്തുതയല്ലാതാവുമോ? അതുപോലെ KC വേണുഗോപാൽ പറഞ്ഞാൽ അത് വസ്തുതയല്ലാതാവുമോ? ഏത് വസ്തുതയുടെ മേലെയാണ് അദ്ദേഹം പറഞ്ഞല്ലോ? ഏത് വസ്തുതയുടെ മേലെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് രേഖ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. അത് ഏത് കോൺഗ്രസ്സുകാരുടെ സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദേഹത്തിന് കിട്ടിയതുപോലെ ആ വസ്തുത അംഗീകരിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഫാക്ട്സ് അംഗീകരിക്കണം. ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഫാക്ട്സ് അംഗീകരിക്കാൻ പാടില്ല, അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പ്രതിപക്ഷമാണതുകൊണ്ട് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റും ഞങ്ങൾ അംഗീകരിക്കില്ല. അതെന്തൊരു നിലപാടാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ദാരിദ്ര്യമില്ലാത്ത, കേവല ദാരിദ്ര്യമില്ലാത്ത ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് ഈ കേരളം മാറുന്നു ഈ 2025 നവംബറിൽ. ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ്സുകാരും BJP കാരും പറഞ്ഞാൽ അത് സത്യമല്ലാതാവുമോ? അപ്പോ സത്യത്തെ അംഗീകരിക്കുക. ഞങ്ങൾ അതാ കാണുന്നത്. സത്യമായൊരു കാര്യം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കോൺഗ്രസ്സുകാർ കളവായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, യാഥാർത്ഥ്യം കാണാതിരിക്കുന്ന നിലപാട് അത് അല്ല ശരി. ഫാക്ട് ഇന്നാണ് അതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ അവസ്ഥ, മെച്ചപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ. അദ്ദേഹത്തിന്റെ ഒരു വാചകം കൂടി ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബിസിനസ് കാര്യങ്ങളിൽ ചെകുത്താന്റെ കളിസ്ഥലമാണ് കേരളം എന്ന അഭിപ്രായം മാറിയതായും ഈ മേഖല ഉണ്ടായ മാറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നും തരൂർ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചിത്രം വ്യക്തമല്ലേ? വ്യാവസായിക രംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ അംഗീകരിക്കില്ല, മാറ്റം അംഗീകരിക്കില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ പ്രതിപക്ഷത്തിന്? നിർഭാഗ്യവശാൽ സത്യമല്ലാത്ത ഈ നിലപാടാണ് കോൺഗ്രസ് പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവായാലും KPC അധ്യക്ഷനായാലും പറയുന്നതാണ്. അത് സത്യമല്ല. സിപിഎമ്മിന് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ CPM അംഗീകരിക്കുന്നു. ഓക്കെ, ഞാൻ തിരികെ എത്താം. BJP നേതാവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്കൊപ്പം ഇടതുപക്ഷത്തിന്റെ വ്യാവസായിക നയത്തെയും കൂടി അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ശശി തരൂരിന്റെ ലേഖനം, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട്, കേരളത്തിൽ BJP പുറത്തുനിന്ന് കളി കാണുക മാത്രമാണോ ഈ വിഷയത്തിൽ? ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ശശി തരൂർ നടക്കുന്നതെന്ന് BJP കണക്കുകൂട്ടുന്നുണ്ടോ? ശ്രീ ശശി തരൂർ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മോഡി ഗവൺമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നാം മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കനുസരിച്ച്, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഗവൺമെന്റുകൾ, അത് സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും അതിനെ അംഗീകരിക്കാൻ തയ്യാറാവണം. ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കേരളത്തെ സംബന്ധിച്ച് മോഡി കേന്ദ്രം ഭരിച്ചാൽ, BJP കേന്ദ്രം ഭരിച്ചാൽ എല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഭരണം വന്നാൽ അതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ഈ തരത്തിലുള്ള പ്രചരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ശശി തരൂർ അതിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും വികസനോന്മുഖമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം എടുത്തു പറയുകയാണ്. മോഡി ട്രംപിനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് LDF നേതാക്കന്മാരുടെ വിശകലനം എന്താണ്, കോൺഗ്രസ് നേതാക്കന്മാരുടെ വിശകലനം എന്താണ്? അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം സ്വീകരിക്കുന്നു. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശകലനം നടത്തുമ്പോൾ അതിനെ തെറ്റ് കാണേണ്ടതില്ല. ഇപ്പൊ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് 2014 രാജ്യത്ത് ഏതാണ്ട് 120ഓളം വരുന്ന ജില്ലകളിലായി 400ഓളം വരുന്ന സ്റ്റാർട്ടപ്പുകളാണ് ആകെ 2014 കോൺഗ്രസുകാർ രാജ്യത്ത് അവര് ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതിന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായും രാജ്യത്തെ 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് 750ഓളം വരുന്ന ജില്ലകളിലേക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ പ്രയോജനം കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഏതാണ്ട് 5000ഓളം വരുന്ന സ്റ്റാർട്ടപ്പുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലായി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തൊട്ടാകെ ഏകദേശം
എത്രയോ ഇരട്ടി, 1,57,000-ത്തിലധികം സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പൊ രാജ്യത്ത് നിലവിലുള്ളത്. നേരത്തെ കോൺഗ്രസ്സുകാർ രാജ്യം ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന 400-ൽ നിന്നാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തുണ്ടാകുന്ന പൊതുവായിട്ടുള്ള വികസനം, ആ വികസനത്തെ കാണുന്നതിന് പകരം അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും LDF-ഉം കേരളത്തിൽ എന്താ പ്രചരിപ്പിക്കുന്നത്? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു. ഇപ്പൊ ശ്രീ ശശി തരൂർ എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിനെതിരായി എടുക്കും എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തെ സംബന്ധിച്ച്. അതിനെ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നിരന്തരമായി എതിർക്കാൻ കഴിയുക? അതിലവർ മയപ്പെട്ടു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് നിൽക്കുകയാണ് BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ശശി തരൂരിന് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും രാജ്യത്തെമ്പാടും LDF-നൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. LDF-കാർ കോൺഗ്രസിനൊപ്പം നിൽക്കണം, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കൊരു പരസ്പര പൂരകമായി നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ശശി തരൂർ മുന്നോട്ട് വച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഒരു നിലപാടാണ്. ശ്രീ KC വേണുഗോപാലിന് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാളെ അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഭരണമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വന്നാൽ കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇടതുപക്ഷത്തെ എതിർക്കണം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ശശി തരൂരിനെ നടപടിയെടുക്കാൻ കഴിയുമോ? ഇതേ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കൊപ്പം വേദി പങ്കിടുകയും അവരോടൊപ്പം നിലപാടുകൾ ചർച്ച ചെയ്യുകയും അവരോടൊപ്പം BJP ഗവൺമെന്റിനെതിരെ നിരന്തരമായി വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ, BJP വിരുദ്ധമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, അവർ ശശി തരൂരിനെ എന്ത് ചെയ്യാനാണ്? ഒരു രാഷ്ട്രീയ നിലപാടും അവർക്കെതിരെ അവർക്ക് ശശി തരൂരിനെതിരെ BJPയുടെ ദേശീയ തലത്തിലുള്ള ഒരു നേതാവിന് BJP സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്ന ഒരു നയത്തിനെതിരെ ഈ തരത്തിൽ ഒരു ലേഖനം എഴുതാൻ കഴിയുമോ? അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ കഴിയുമോ? എന്ത് ചെയ്യും പാർട്ടി? ശ്രീ ബഹുമാനപ്പെട്ട അപർണ, അതാ ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമല്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതല്ലേ? ഇപ്പൊ കോൺഗ്രസുകാർ പതുക്കെ പതുക്കെ മയപ്പെട്ടു വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കാൻ കഴിയില്ല. ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പമാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ നിൽക്കുന്നത്. കോൺഗ്രസിനെ എതിർക്കാൻ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനും കഴിയില്ല. കേരളത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വാചകം അടിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ശ്രീ ശശി തരൂർ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു? ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ശക്തിയുള്ള പാർട്ടിയായിരുന്നു. ആ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഭരണമുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ സംസ്ഥാനങ്ങളും ദേശീയ തലത്തിലുള്ള ഭരണവുമെല്ലാം കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒന്നൊന്നായി നഷ്ടപ്പെട്ട് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകും. കാരണം അദ്ദേഹം വികസനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഗവൺമെന്റ് ഉള്ള ആളുകൾക്കല്ലേ വികസനം കൊണ്ടുവരാൻ കഴിയൂ. ഭരിക്കുന്ന ആളുകൾക്ക് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നിരന്തരമായ വികസനത്തെ കുറിച്ച് പറയാൻ കഴിയുമോ? ഇപ്പൊ കോൺഗ്രസുകാർ കേരളത്തിൽ ചെയ്യുന്ന എന്താണ്? വികസനം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ദേശീയ തലത്തിൽ ഗവൺമെന്റ് അവരുടെ കയ്യിലല്ല ഉള്ളത്, കേരളത്തിലും അതല്ല ഉള്ളത്. അപ്പൊ വികസനം എന്നുള്ളതിനെ എപ്പോഴും പിന്നോട്ട് വലിക്കണം. അത് കൊണ്ടുവരുന്ന ഗവൺമെന്റുകളെ എപ്പോഴും പിന്നോട്ട് വലിക്കണം, ജനങ്ങളുടെ ഇടയിൽ മോശപ്പെടുത്താൻ ശ്രമിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടാണ്. അവർക്ക് അങ്ങനെ ഒരു നിലപാട് കർണാടകത്തിൽ ഉണ്ടാകണമെന്നില്ല. ആ സംസ്ഥാനത്തെ സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്നില്ല ഭരണമുള്ളപ്പോൾ. ഇപ്പൊ ഭരണത്തിനനുസരിച്ച് അവരുടെ നിലപാടുകൾ മാറും. ശശി തരൂർ പറഞ്ഞത് അതുകൊണ്ട് അതാണ്, ഞാൻ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ആളല്ല. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സാങ്കത്യം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി ശ്രീ ശശി തരൂരിനെതിരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ദേശീയ തലത്തിൽ ഇപ്പൊ ഇവിടെ കേരളത്തിൽ ശ്രീമതി സോണിയാഗാന്ധി വരുന്ന സമയത്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും അവരെല്ലാം കേരളത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പറയുമെന്നുള്ളതല്ലാതെ ഡൽഹിയിൽ പോയി പറയാൻ കഴിയുമോ? അപ്പൊ ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു നിലപാടിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെയാണ് കോൺഗ്രസ്, കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് ഇടതുപക്ഷവും. ഒരു വ്യത്യാസവും ആ കാര്യത്തിലില്ല. ഒരുമിച്ചിരിക്കുന്ന ആളുകളാണ്, ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ്, അവരുടെ നിലപാടുകളും ഒരുപോലെ തന്നെയാണ്. ഇവിടുത്തെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവർക്ക് ചില മോഹങ്ങളുണ്ട്. ആ മോഹങ്ങൾക്ക് ശ്രീ ശശി തരൂരിന്റെ ലേഖനം ഒരു വിലങ്ങുതടിയാകുമോ എന്നവർ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെ കണക്ക് കൂട്ടുകയാണ്. കേരളത്തിൽ വീണ്ടും ഒരു LDF സർക്കാർ വരണം എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ശ്രീ ശശി തരൂർ മാറുകയില്ലേ? ആ നിലപാടാണല്ലോ ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത്.
അപ്പൊ ആ നിലപാടിനെ അംഗീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല. ഓക്കെ ഞങ്ങളെ സംബന്ധിച്ച് യെസ് ഓക്കെ നിജേഷ് അരവിന്ദ്, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നയത്തിനൊപ്പമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ട് ശശി തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാൻ കഴിയുകയില്ല. പക്ഷെ നേരത്തെ ശ്രീ റോയ് മാത്യു പറഞ്ഞതുപോലെ അച്ചടക്കമുണ്ട് ഈ പാർട്ടിയിൽ, അല്ലെങ്കിൽ അച്ചടക്കത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് എന്ന് തോന്നിക്കാൻ വേണ്ടി ACC ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും UDF കൺവീനറും മുൻ പ്രതിപക്ഷ നേതാവും ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ പാർട്ടി മയപ്പെടുന്നു. ശശി തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഈ പാർട്ടിയിൽ അച്ചടക്കമില്ല, അതല്ലെങ്കിൽ ഈ അച്ചടക്കം വളരെ കുറച്ചു പേർ മാത്രം പാലിച്ചാൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നയത്തിനൊപ്പമാണെന്നുള്ള ദേശീയ നിലപാട് ഇവിടെ പാലിക്കാൻ നിർബന്ധിതരാകുന്നു. ഇതേതാണ് സത്യം? കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ചർച്ചകൾ വൈകുന്നേരത്തെ ചർച്ചയിൽ വന്ന് പറയാനാണെങ്കിൽ ഞാനിവിടെ വന്നിരിക്കണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പല ചർച്ചകളും നടക്കും, അതിന് സമിതികളുണ്ട്. ആ സമിതികളുടെ ചർച്ച ഇവിടെ വന്ന് പറയാൻ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഉത്തരവാദിത്വപ്പെട്ട ആളുകളുണ്ട്. ഇവിടെ വന്ന് എൻ്റെ പാർട്ടി നയം പറയാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ ശ്രീ പ്രകാശ് മാഷ് പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എൻ്റെ പ്രകാശ് മാഷെ കഴിഞ്ഞ കുറച്ചു കാലമായി CPM സഞ്ചരിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒരു സാധനവും കേരളത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും MSME 3 ലക്ഷത്തിൽ ചില്ലാനം രജിസ്റ്റർ ചെയ്തു എന്നാ കാണുക. ചില പത്രപ്രവർത്തകർ അതിൻ്റെ പേരിൽ പഠനം നടത്തി. കേരളത്തിലെ ഏതാണ് MSMEകൾ, പുതുതായി തുടങ്ങിയ 3 ലക്ഷം MSMEകൾ ഏതാണ്, ആർക്കാണ് തൊഴിൽ കിട്ടിയത്? അന്വേഷണം പോയപ്പോൾ കിട്ടിയത് എന്താ? പണ്ട് റിനോവേറ്റ് ചെയ്ത ബേക്കറി MSMEയിലാണ്, ഹോമിയോ ക്ലിനിക്ക് MSMEയിലാണ്. എവിടെയാ 3 ലക്ഷത്തിൽ ചില MSME ഉണ്ടായത്? നിങ്ങൾ പറ. എനിക്ക് കണ്ണൂർ ജില്ലയിൽ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, പ്രകാശ് മാഷ് ജില്ല കണ്ണൂർ, എൻ്റെ ജില്ല കോഴിക്കോട്. കണ്ണൂർ ജില്ലയിൽ 100 പേർക്ക് ജോലി കിട്ടിയ 10 സ്റ്റാർട്ടപ്പുകളുടെ കണക്ക് പറ. കോഴിക്കോട് ജില്ലയിൽ ഒരു 1000 പേർക്ക് ജോലി കൊടുത്ത 10 ഒരുമിച്ച് വേണ്ട 10 സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറ നിങ്ങൾ. അങ്ങനെ പറയും. അവിടെയാണല്ലോ ഫീൽ ചെയ്യുക. ശശി തരൂരിന് ഫീൽ ചെയ്തത് ശ്രീ P രാജീവും അതുപോലെ ശ്രീ KN ബാലഗോപാലും ബജറ്റ് പ്രസംഗത്തിൽ കൊടുത്ത കണക്ക് നിങ്ങൾ ഗൂഗിളിലൂടെ അപ്ലോഡ് ചെയ്ത് ലോകത്തിന്റെ മുന്നിലെത്തിച്ച കണക്ക്, ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? നിങ്ങൾ മറുപടി പറ. ഏത് MSMEയിലാണ്, ഏത് സ്റ്റാർട്ടപ്പിലാണ്? ഇനി സ്റ്റാർട്ടപ്പ് നിങ്ങൾ ഗൂഗിളിൽ പ്രകാശ് ഭാഷ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെർച്ച് ചെയ്തു. കേരളത്തിൽ 4100 സ്റ്റാർട്ടപ്പാണ് ഉള്ളത്. അതേസമയം ഞാൻ കർണാടകയും സെർച്ച് ചെയ്തു, അവിടെ 18,000 തെലുങ്കാന സെർച്ച് ചെയ്തു, 12,000 നിങ്ങൾ സെർച്ച് ചെയ്യും. കേരളം മഹാസംഭവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് കേരളത്തിലെ വികസന പദ്ധതികൾ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് കിടക്കാം. കോഴിക്കോട്ട് CPM നേതൃത്വം കൊടുക്കുന്ന 2 വ്യവസായ സ്ഥാപനങ്ങൾ, 2 പ്രധാന തൊഴിൽ സ്ഥാപനങ്ങൾ, ഒന്ന് VKCയുടെ, നിങ്ങളുടെ മുൻ MLA VKCയുടെ സ്ഥാപനമാണ് VKC പ്ലാസ്റ്റിക്സ്, ഒന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നിങ്ങൾ ഈ പറഞ്ഞ കണക്കിൽ എത്ര മലയാളികൾ അവിടെയാണല്ലോ? എന്തുകൊണ്ട് മലയാളികൾക്ക് അവിടെ തൊഴിൽ കിട്ടുന്നില്ല? നിങ്ങളത് പരിശോധിക്കേ. കൂലി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ. ഇനി കിനാലൂരിൽ എത്ര പേർക്ക് VKC ഉണ്ട്? എത്ര പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തു? അതും പോവട്ടെ. കോഴിക്കോട്ടെ ഏറ്റവും പ്രശസ്തമായ സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടി. ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് 300 കോടിക്ക് വിറ്റു. 1000 കോടിയുടെ മൂല്യമുള്ള സ്ഥാപനം വിറ്റു. മാവൂർ ഗോളിയോ റയൻസ് എത്രയോ കാലമായി പൂട്ടിക്കിടക്കുന്നു. കുന്നത്ര ടെക്സ്റ്റൈൽസ് എത്രയോ കാലമായി പൂട്ടിക്കിടക്കുന്നു. തിരുവണ്ണൂർ കോട്ടമ്മൽ ചത്തുകൊണ്ടിരിക്കുന്നു. കേരള സോപ്സ് ചത്തുകൊണ്ടിരിക്കുന്നു. ഇത് പൂട്ടിക്കിടക്കുന്നു. എവിടെയാണ് നിങ്ങൾ കേരളത്തിനകത്ത് വ്യവസായം കൊണ്ടുവന്നത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതിനപ്പുറത്തേക്ക് 1000 പേർക്ക് ജോലി കൊടുക്കാവുന്ന എത്ര സ്ഥാപനങ്ങൾ എറണാകുളത്ത് തുടങ്ങിയോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ തുടങ്ങിയോ, കൊല്ലത്ത് തുടങ്ങിയോ? MSME 1 ലക്ഷം കൊല്ലത്ത് എന്ന കണക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഗ്രൗണ്ട് റിയാലിറ്റി വ്യത്യസ്തമാണ്. ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഗൾഫിൽ നിന്ന് കുറെ കാലം ജോലി ചെയ്ത് അധ്വാനിച്ച് വരുന്ന ആളുകൾ ഇവിടെ എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങിയാൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ എടുത്ത് മുകളിലോട്ട് കൊടുത്ത് ഞങ്ങൾ ഇത്ര കണക്ക് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കണക്കിനെ ആഗോള സൂചികയിലേക്കും നാഷണൽ സൂചികയിലേക്കും വരുത്തി അതൊരു വലിയ കണക്കാക്കി മാറ്റുന്നതിനപ്പുറത്തേക്ക്, PR വർക്കിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ആർക്കാണ് തൊഴിൽ കിട്ടിയിട്ടുള്ളത്? ഇനി നേരത്തെ ശ്രീ BJP പ്രതിനിധി പറഞ്ഞു, പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണദാസ്, നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ പരിശോധിക്കേ, അവസ്ഥ എന്താ? ചൈനയുടെ മാർക്കറ്റാണ് ഇന്ത്യ. അതിനപ്പുറത്തേക്ക് എവിടെയാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനത്തിന് ശേഷം ചെറുകിട വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്? ഇനി ഇന്ത്യയിൽ പൊതുമേഖലാ രംഗത്ത് കേരളം ആരംഭിച്ച വ്യവസായ സ്ഥാപനങ്ങൾ എന്താണ്? വ്യവസായത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കണം, പുതിയ വ്യവസായങ്ങൾ വരണം. പൊതുമേഖലാ രംഗത്ത്
ഏതെങ്കിലും ഒരു വ്യവസായം വന്നിട്ടുണ്ടോ? സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി CPM-ന്റെ പ്രതിനിധികൾ വൈകുന്നേരത്തെ ചർച്ചയിൽ വന്ന് അഡ്വക്കേറ്റിന്റെ ജോലി ചെയ്യുന്നത്, വാദിക്കുന്നത് OSS കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. തൊട്ടപ്പുറത്ത് പൂട്ടിക്കിടക്കുന്ന സർക്കാർ മേഖലയിലെ മദ്യ കമ്പനിയെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. OSS മദ്യ കമ്പനിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പറ, കേരളത്തിനകത്ത് വന്ന 1000 പേർക്ക് തൊഴിൽ കൊടുത്ത, 500 പേർക്ക് തൊഴിൽ കൊടുത്ത, 100 പേർക്ക് തൊഴിൽ കൊടുത്ത പദ്ധതിയെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. ഇടതുപക്ഷത്തിന് ഇങ്ങനെ പദ്ധതിയുണ്ട്, P. രാജീവ് മന്ത്രിയായതിനു ശേഷം ഇത്ര വന്നിട്ടുണ്ട്, നിങ്ങൾ പറ. പിന്നെ ദേശീയപാതയുടെ കണക്കാണ് കുറെ കാലമായിട്ട് പറയുന്നത്. 2013 ഇന്ത്യയുടെ വികസന ചരിത്രത്തിലെ ഒരു പ്രത്യേക നാഴികക്കല്ലാണ്. അവിടെയാണ് നമ്മൾ കോമ്പൻസേഷൻ ആക്ട്, അതുപോലെ റിഹാബിലിറ്റേഷൻ ആക്ട് 2013 കൊണ്ടുവന്നു. അതിന് മുമ്പുള്ള വ്യവസായങ്ങൾ നമ്മൾക്കറിയാം. ഈ കണക്കൊക്കെ കൊടുത്താൽ, ഈ കണക്കൊക്കെ കിട്ടിയാൽ 250 ആളുകൾക്ക് വിഷയം വ്യവസായമല്ലല്ലോ. ഈ കണക്കൊക്കെ കൊടുത്താൽ അദ്ദേഹം തിരുത്തിക്കോളാന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഈ പറയുന്ന ഈ കണക്കൊന്നും നിങ്ങൾക്ക് ശശി പ്രവർത്തക സമിതി അംഗത്തിന് കൊടുക്കാൻ വയ്യേ? അദ്ദേഹം കൺവിൻസ് ആകുന്നതല്ലേ നല്ലത്. എന്താ കോൺഗ്രസ് അതൊന്നും ചെയ്യാത്തത്? ഒരു പൊതു ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ പ്രകാശം മാസ്റ്ററും BJP-യുടെ പ്രതിയും പറഞ്ഞതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. കേരളത്തിലെ വ്യവസായത്തിന്റെ പറുദീസയാക്കി മാറ്റി എന്ന് പ്രകാശം മാഷ് പറഞ്ഞാൽ അതല്ല എന്ന് പറയണം. 2013 ശേഷം ആളുകൾ റോഡിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്? വിപണി വില, കമ്പോള വില കൊടുക്കുന്നു, ഇൻകം ടാക്സ് ഇല്ലാതെ. അത് കൊടുക്കുന്ന നിയമം വന്നതാണ് ഇന്ത്യ രാജ്യത്ത്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്കറിയാം ബോംബെ, പൂനെ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശ്, ലക്നോ, എത്ര പുതിയ ഹൈവേകൾ വന്നു. എന്തുകൊണ്ട്? അത് CPM-കാരോട് കോൺഗ്രസ് പറയേണ്ടി വരുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അത് കൺവിൻസ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അത് കോൺഗ്രസിന്റെ ഒരു പ്രതിസന്ധിയാണ്. അത് ജനാധിപത്യമാണ് എന്ന് നിങ്ങൾ ചുരുക്കുന്നിടത്ത് എങ്ങനെ ശരിയാകും? ശ്രീ ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങളെ മാറ്റിക്കൊണ്ടല്ല, മറിച്ച് P. രാജീവ് ഇവിടെ ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട് എന്ന് പറഞ്ഞതിന് ചുവന്ന കൊടി പിടിച്ച ആളുകൾ, അവിടെ പ്രത്യേകം പറയണം, ഇന്നലകളിൽ വന്ന എല്ലാ വ്യവസായത്തിന്റെയും മുന്നിൽ വന്ന് ചുവന്ന കൊടി പിടിച്ച ആളുകൾ റോട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആ സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറെ കാലമായി വ്യവസായത്തെ തടയുന്ന ഏർപ്പാട് ചെയ്ത ആളുകൾ, നമ്മൾക്കറിയാം നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം വരുമ്പോൾ അവിടെ കിടന്ന് എൻ്റെ നെഞ്ചത്തുകൂടി മാത്രമേ വിമാനം പറക്കൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന ശുഭകരമായ സൂചന അദ്ദേഹം എഴുതിയെന്ന് ഞാനൊക്കെ വിശ്വസിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ഒന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു വിഷനും കേരളത്തിലെ വ്യവസായ പറഞ്ഞതുപോലെ പ്രകാശമാഷ നാട്ടിലോ എന്റെ നാട്ടിലോ എനിക്കത് ഫീൽ അല്ല. നിജേഷ് അരവിന്ദ്, ആർക്കും പറയാമോ ശശി തരൂരിന് ഇത്രയും പറയാമെങ്കിൽ ഇനി മുതൽ ഈ പാർട്ടിക്ക് എന്തും പറയാമോ? ആർക്കും പറയാമോ? ആർക്കും ഈ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാമോ എന്നൊരൊറ്റ കാര്യം കൂടി ശ്രീ റോയ് മാത്യു ചോദിച്ചു. അതിനുള്ള ഉത്തരം അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് പറയേണ്ടിടത്ത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും. അത് വൈകുന്നേരം വന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. തിരുത്തേണ്ടിടത്ത് തിരുത്തും. ആരെയും തിരുത്തിയിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ തിരുത്താൻ ധൈര്യം കാണിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. തിരുത്തേണ്ട സമയത്ത് തിരുത്തും. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റു എന്ന് ആവർത്തിച്ച് പറയും. അതൊരു മഹാസംഭവമല്ല. പ്രവർത്തക സമിതി അംഗമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും പാർട്ടി നയത്തിന് വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? ആ പോയിന്റ് ക്ലിയർ ആണ്. തിരുത്തേണ്ടത് തിരുത്തും. അത് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല. പാർട്ടിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ശ്രീ റോയ് മാത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഓർഡർ അനുസരിച്ച് അദ്ദേഹത്തിലേക്കാണ് ശ്രീ പ്രകാശ് മാസ്റ്റർ ഞാൻ ചോദിക്കുന്നത്. സന്ദീപ് വാര്യരെ പുകഴ്ത്തി 2 ആഴ്ച തികയുന്നതിന് മുൻപ് തന്നെ കാളകൂട വിഷമെന്നോ കാളിയനോ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. ശ്രീ AK ബാലനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പുകഴ്ത്തലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഇപ്പോഴും മയപ്പെട്ടു. ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും CPM ഈ കണ്ണടച്ച് പുകഴ്ത്ത് അടുത്ത ദിവസം വലിയ വിമർശനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണോ? ഈ സത്യം ആര് പറഞ്ഞാലും സത്യത്തിൻ്റെ കൂടെ ആര് നിന്നാലും അത് ശരിയാണ് എന്ന് പറയേണ്ട ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അദ്ദേഹം ഇപ്പോൾ നാളെ രാവിലെ CPM-ലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ അയാളുടെ അഭിപ്രായത്തിലുള്ള നിലപാട് നമ്മൾ പറയുക? പിന്നെ ഇവിടെ ഇപ്പോൾ വ്യവസായത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ കഴിഞ്ഞ കൊല്ലം 23-24 വർഷത്തിൽ ഏറ്റവും ഏറെ ആളുകൾക്ക് ജോലി കൊടുത്ത സ്റ്റേറ്റ് ഏതാണ് എന്ന് കേന്ദ്രത്തിലൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, UPSC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആ കമ്മീഷൻ പറഞ്ഞത്
ഇന്ത്യയിൽ ഏറ്റവും വലിയ ആളുകൾക്ക് ഈ കഴിഞ്ഞ കൊല്ലം ജോലി കൊടുത്തിരിക്കുന്നത് കേരളമാണ്. ആകെ ജോലി കിട്ടിയ ആളുകളിൽ 60% പേർ കേരളത്തിലാണ് PSC ജോലി കൊടുത്തത്. ഇതൊന്നും ഇദ്ദേഹം കാണുന്നില്ല, അത് കണക്കല്ലേ എന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഞാൻ വ്യവസായ മന്ത്രിയുടെ PS ആയിട്ട് 3 കൊല്ലക്കാലം ഇരുന്ന ഒരാളാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ അവിടെ PS ആയിരുന്ന കാലത്ത് EP ജയരാജൻ വ്യവസായ മന്ത്രിയായ കാലത്ത് കൊണ്ടുവന്നാണ്. ഇന്ത്യ രാജ്യം അന്ന് കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നറിയോ? 28ആണ് കേരളത്തിന്റെ സ്ഥാനം. എന്ന് പറഞ്ഞാൽ വ്യവസായം ആരംഭിക്കാൻ ആരും ഇങ്ങോട്ടേക്ക് വരില്ല, കാരണം അത്രമാത്രം തടസ്സമാണ്. എന്നാൽ വ്യവസായം ആരംഭിക്കാൻ ഒരാഴ്ചക്കാലം കൊണ്ട് കഴിയുന്നതിന് വേണ്ടി 4 തവണ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നു കേരള ഗവൺമെന്റ്. പടിപടിയായിട്ട് 28 നിന്ന് കുറഞ്ഞു വന്നിട്ട് കേരളം ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ എത്രയും വേഗത്തിൽ വ്യവസായം ആരംഭിക്കുന്നതിൽ 1ാമത്തെ സ്റ്റേറ്റ് ആണ്. ആ സത്യം നിങ്ങൾ സത്യമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആർക്കെല്ലാം ജോലി കിട്ടി എന്നുള്ളത് വ്യവസായ വകുപ്പിന്റെ സൈറ്റിൽ ചെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ താലൂക്ക്, വ്യവസായത്തിന്റെ പേര്, അവിടെ പണിയെടുക്കുന്ന ആളുകളുടെ പേര് നിങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ ശശി തരൂർ പറഞ്ഞു ഞാൻ CPM-ന്റെ കണക്കല്ല പറയുന്നത്, ഔദ്യോഗികമായിട്ട് കണക്കാണ്. ഔദ്യോഗികമായിട്ട് കണക്കെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുത്താൽ ഔദ്യോഗികമായിട്ട് കണക്കാക്കൂ. ഇതിന് ദേശീയ അടിസ്ഥാനത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് പരിശോധിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റി പറഞ്ഞു ഇന്ത്യയിൽ 1ാം സ്ഥാനം കേരളത്തിലാണ്. ഇതിന്റെ ഇന്റർനാഷണൽ ആയിട്ട് പരിശോധിക്കുന്ന സംവിധാനം പറഞ്ഞു ഏഷ്യയിൽ 1ാമത് കേരളമാണ്. അതൊന്നും ഞാൻ അംഗീകരിക്കില്ല. കോൺഗ്രസിന്റെ കമ്മിറ്റി പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഔദ്യോഗികമായിട്ട് കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഏറ്റവും ഏറെ മൂലധനം വന്നിരിക്കുന്നത് ഇക്കാലത്താണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ വരുന്ന ആഴ്ചയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കേരള ഉച്ചകോടി, ഈ 21-22 അതിന് മുന്നോടിയായിട്ട് ഒരു കോൺക്ലേവ് നടന്നു. ആ കോൺക്ലേവിൽ നിരവധി വൻകിട വ്യവസായികൾ പങ്കെടുത്തല്ലോ. അതിൽ 2 പേര് പറഞ്ഞ അഭിപ്രായം പത്രങ്ങളിൽ വന്നാണല്ലോ. വിപ്രോ വളരെ മോശമായിട്ടുള്ള ആളൊന്നുമല്ലല്ലോ, ഭാരത് ബയോടെക് ഇന്ത്യക്ക് അറിയുന്ന വ്യവസായികളാണല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം വേഗത്തിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത രൂപത്തിൽ ഞങ്ങളുടെ വ്യവസായത്തിന് കേരളത്തിൽ അനുമതി കിട്ടി. അത് പറഞ്ഞിരിക്കുന്ന വിപ്രോയുടെ ഉടമയും അതുപോലെ ഭാരത് ബയോടെക്കിന്റെ ഉടമയുമാണ്. അത് സത്യമല്ല എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ പറഞ്ഞ് സത്യമല്ല ഉണ്ടാവുമോ? നിങ്ങൾക്ക് ബേജാറുണ്ടാവും. കാരണം 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ഒരു തറക്കല്ല് ഒരു വ്യവസായത്തിന് കേരളത്തിൽ വെച്ചിട്ടില്ല. ഇന്നങ്ങനെയല്ല. വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് വികസിച്ചു. അതുപോലെ ഇന്ത്യയിലേക്ക് ഈ വിദേശിയും ഇന്ത്യനുമായിട്ടുള്ള നിരവധി വ്യവസായികൾ അതിൽ വിശദമായ ചർച്ചയ്ക്കില്ല, കാരണം വിഷയം അതല്ലാത്തോണ്ട്. ശ്രീ റോയ് മാത്യു, പി രാജീവിനെ വ്യവസായ നയത്തിന് തൽക്കാലം കയ്യടി കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തി. ശ്രീ റോയ് മാത്യു, ശ്രീ പ്രകാശ് മത്സരം, ശ്രീ റോയ് മാത്യു, പി രാജീവിനെ വ്യവസായ നയത്തിന് തൽക്കാലം കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം തരൂരിനെ വാഴ്ത്തുകയാണോ CPM? കോൺഗ്രസിന്റെ നിലപാട് ഏതാണ് എന്ന് പറയാതെ നിജേഷ് വ്യക്തമാക്കുന്നുണ്ട്. അത് അവരാലോചിക്കട്ടെ, അത് ഏകദേശം ക്ലിയർ ആണ്. ഇനി അത് എന്താകും എന്ന് മാത്രമേ എനിക്ക് അറിയാനുള്ളൂ. ഏത് തരത്തിലുള്ള തിരുത്തലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. CPM എന്ത് മനക്കോട്ടയാണ് കിട്ടുന്നത്? അല്ല അപർണ, CPM-ന്റെ മനക്കോട്ടയ്ക്ക് അപ്പുറത്തായിട്ട് ഞാൻ കാണുന്നത് ഈ ശശി തരൂര് 9 മാസം മുമ്പ് അല്ലെ 10 മാസം മുമ്പാണ് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം ആ സമയത്ത് CPM-ന്റെ വ്യവസായ നയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണോ വോട്ട് പിടിച്ചത്? അല്ലല്ലോ. അല്ലെങ്കിൽ മോദിയുടെ നയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണോ വോട്ട് പിടിച്ചത്? കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിരിക്കുന്ന നയം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമീപനത്തെ കാണിച്ചുകൊണ്ടാണ് ശശി തരൂര് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ നിന്ന് ഇലക്ഷന് നിന്ന് മത്സരിച്ചത്. അപ്പോൾ ശശി തരൂരിന് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു വെളിപാടുണ്ടാകുന്നത്? പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ഏതൊരു പാർട്ടി ആയാലും, CPM ആയാലും BJP ആയാലും RJD ആയാലും ഏത് പാർട്ടി ആയാലും അവരുടെ പാർട്ടി സ്വീകരിക്കുന്ന സമീപനങ്ങൾക്ക് ഒത്തുപോകുക എന്നുള്ളതല്ലേ. അങ്ങനെ അല്ലാത്തൊരു നിലപാട് ഏതെങ്കിലും പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അപ്പോൾ ഞാനതാണ് ഗൗരി അമ്മയുടെ കാര്യം പറഞ്ഞത്. അത് നടക്കുമോ? വേറെ ആർക്ക് നടക്കും? അപ്പോൾ അതൊരു പാർട്ടി അനുവദിക്കത്തില്ല. അങ്ങനെ വളയമില്ലാതെ ചാടാനാണെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുന്ന സെറ്റപ്പിനെ കുറിച്ച് എങ്ങനെയാണ് ആലോചിക്കുന്നത്? അപ്പോൾ ശശി തരൂർ സ്വീകരിക്കുന്ന എന്ത് നിലപാടായാലും ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ അംഗമായി, വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു സമയത്ത് ശശി തരൂരിന് പാർട്ടി ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ഒത്തൊരുമിച്ചേ പോകാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് ശശി തരൂർ പറയുന്ന ജനാധിപത്യ നിലപാടുകളോ അല്ലെ ശശി തരൂർ പറയുന്ന സ്റ്റാർട്ടപ്പിൻ്റെ വളർച്ചയോ ഒക്കെ തന്നെ അതൊരു പാർട്ടിക്കും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങൾ. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങ് നിന്നാൽ പോരെ. എന്തിനാണ് വ്യത്യസ്ത പാർട്ടികളായിട്ട് വ്യത്യസ്ത നയങ്ങൾ, വ്യത്യസ്ത നിലപാടുകൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? അപ്പോൾ അതാണ് ശശി തരൂർ
അത് സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അടിത്തറ തോണ്ടുന്ന നിലപാടാണ്. അത് കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത് ശശി തരൂരിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം. അത് കോൺഗ്രസിൻ്റെ നയമാണ്. ഞാൻ പറയാം, ബി ജെ പിയുടെ ദേശീയ നേതാവായിരുന്ന യശ്വന്ത് സിൻഹ എങ്ങനെയാണ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്? മോദിയുടെ നയങ്ങളെ വിമർശിക്കുക, മോദിയുടെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ യശ്വന്ത് സിൻഹ പുറത്തായി ഇല്ലേ? അദ്ദേഹവും ആ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരുടെ ഒരാളായിരുന്നു. അപ്പം അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യവസ്ഥാപിതമായ നിലപാടുകൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരെ അവർ പുറത്താക്കും. അത് നമ്മൾ കണ്ടു. എം ഇ രാഘവനെ എന്തിനാണ് CPM പുറത്താക്കിയത്? പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് എം ഇ രാഘവനെ പുറത്താക്കിയത് ഇല്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നതും കോൺഗ്രസിൻ്റെ വ്യവസ്ഥാപിതമായ നിലപാടുകളോട് വിയോജിച്ച് നിൽക്കുന്ന ഒരാളിനെ കോൺഗ്രസിന് സഹിക്കാൻ പറ്റൂ, എന്ത് ജനാധിപത്യത്തിൻ്റെ പേരിലായാലും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പം ഈ 4-5 നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് പുറത്തു പറഞ്ഞത് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പരസ്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ CPM സർക്കാരിൻ്റെ നിലപാടുകളെ അംഗീകരിക്കാൻ തയ്യാറാവണം. ഉണ്ടോ? അത്തരത്തിൽ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആ ഇഴകീറി ഓരോരോ നിലപാടുകളെ വിമർശിക്കുന്നവരാണ് കോൺഗ്രസ്. അവസാനിപ്പിക്കുന്നു ശ്രീ പി കൃഷ്ണദാസ്. CPM അത് മറ്റൊരു തരത്തിൽ കാണുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJP നയങ്ങൾക്ക് എല്ലാ കാലത്തും വിരുദ്ധമായിട്ട് നിലപാടെടുത്തിരിക്കുന്ന ശശി തരൂര് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമോ കൂടുമാറ്റമോ ഉണ്ടാകും ഇതിനകത്ത് BJP കണക്കൂട്ടുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അത് അദ്ദേഹമാണല്ലോ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനോട് പലപ്പോഴും അദ്ദേഹം വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെയും. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തൊക്കെ അദ്ദേഹം മത്സരിക്കുമ്പോൾ എത്രയോ വിയോജിപ്പുകൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നയത്തെ സംബന്ധിച്ചും അവരുടെ നിലപാടുകളെ സംബന്ധിച്ചും അദ്ദേഹം രേഖപ്പെടുത്തി. പക്ഷെ ആ പാർട്ടിയിൽ നിൽക്കണമോ ആ പാർട്ടിയിൽ തുടരണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്, രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ച് അദ്ദേഹം വസ്തുതകൾ പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കണക്കുകൾ കൊണ്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിരന്തരം പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും 1-ാം സ്ഥാനത്താണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പിന്നോട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ ശശി തരൂർ തന്നെ പറയുന്നത് നേരത്തെ കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിലേക്ക് വ്യവസായികൾ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന്റെ നയമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ചിന്തിക്കേണ്ടത് ഇടതുപക്ഷമാണ്. ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം ഇപ്പൊ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ള നയം അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഇടതുപക്ഷത്തിന്റെ നയത്തെ സംബന്ധിച്ച് മാറ്റങ്ങൾ വരിക എന്നുള്ളത് അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ മാറ്റം വരുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അവരുടെ പാർട്ടി അണികളും പാർട്ടി നേതൃത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ അതേസമയം തന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം യാഥാർത്ഥ്യങ്ങളോട് യോജിച്ചു നിൽക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും മറ്റും വിലയിരുത്തുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ആർജവം അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ ശ്രീ റോയ് മാത്യു സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കോൺഗ്രസിന് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഇടതുപക്ഷത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്ക് ചിത്രം വ്യക്തമാക്കുമ്പോൾ CPM-ഉം BJP-യും ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയുമോ എന്നും കൂടി കണ്ടറിയണം. അതിൽ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിൽ കോൺഗ്രസും തൽക്കാലം വാഴ്ത്താൻ CPM-ഉം ശ്രദ്ധയോടെ അതേ നിലപാടുമായി BJP-യും നിൽക്കുന്നുണ്ട്. എന്താണ് ശശി തരൂരിന്റെ തന്ത്രം എന്നുള്ളതാണ്. ശശി തരൂർ പാർട്ടി വിടുമോ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ 35% പ്രേക്ഷകർ മാത്രമേ അങ്ങനെ കരുതുന്നുള്ളൂ. ഭൂരിപക്ഷം പ്രേക്ഷകരും തരൂർ കോൺഗ്രസിനൊപ്പം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിനപ്പുറമുള്ള എന്ത് തന്ത്രമാണ് ശശി തരൂർ ഈ നീക്കത്തിലൂടെ ആലോചിക്കുന്നത് എന്നുകൂടിയാണ് ഇനി അറിയേണ്ടത്. വളരെയധികം നന്ദി ശ്രീ റോയ് മാത്യു, M പ്രകാശ് മാസ്റ്റർ, നിജേഷ് അരവിന്ദ്, ഒപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നത്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.